കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ഒരിക്കൽ കൂടെ ദൈവവചനം കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു ദിവസം, സ്വാതന്ത്ര്യമുള്ള ഒരു ദിവസം, സന്തോഷമുള്ള ഒരു ദിവസം, സമാധാനമുള്ള ഒരു ദിവസം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം നമ്മുടേതല്ല. നാളെ വരാൻ പോണ ദിവസവും നമ്മുടേതല്ല. ഇന്ന് ഈ ഒരു ദിവസം നമ്മുടെ സ്വന്തമാണ്. ഇന്നത്തെ ദിവസം മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. 1 പത്രോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വീണ്ടും വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി. ദൈവവചനത്തിൻ്റെ പ്രാധാന്യത ഗ്രഹിപ്പാൻ ഞങ്ങൾക്കിടയാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അതെ, ദൈവവചനത്തെക്കുറിച്ച് തന്നെ വീണ്ടും നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. വചനം പാലാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിന് വളർച്ചയ്ക്ക് വേണ്ടുന്ന സകല പോഷകങ്ങളും അടങ്ങിയ പാനീയമാണ് അതിൻ്റെ അമ്മയുടെ പാല്. അതേ പ്രകൃതി നിയമം വെച്ചുകൊണ്ട് തന്നെ പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, വീണ്ടും ജനിച്ചത് വചനത്താലാണ്, വചനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ വചനം എന്ന പാല് കുടിച്ച് വളരണം. യേശുക്രിസ്തുവുമായുള്ള ബന്ധം, യേശുക്രിസ്തുവിലേക്കുള്ള നിങ്ങളുടെ അടുപ്പം വീണ്ടും ജനനത്തിലൂടെ ആരംഭിച്ചു. സുവിശേഷം കേട്ടപ്പോൾ ജീവിതത്തിലൊരു മാറ്റം വന്നു. അങ്ങനെ ആ മാറ്റം നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി, ഒരു പുതിയ അളവിലേക്ക്, ഒരു പുതിയ അവസ്ഥയിലേക്ക്, ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് നാം വന്നു ചേർന്നു. ഈ പുതിയ ജീവിതത്തിൽ പുതിയ ഭക്ഷണക്രമമുണ്ട്. നമ്മുടെ അകത്ത് ആത്മീക മനുഷ്യന് വളരുവാൻ ദൈവവചനം ആകുന്ന പാല് കുടിക്കണം. അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. അതെ, ഇന്ന് ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നവരും ഒരു പക്ഷേ ഞങ്ങളുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവവചനത്തിലേക്ക് വരണം. ദൈവവചനമാണോ പാരമ്പര്യമാണോ വലുത്? വചനമാണോ സഭയാണോ ആദ്യം ഉണ്ടായത്? വചനം പറയുന്നതാണോ അനുസരിക്കേണ്ടത്? പാരമ്പര്യം പറയുന്നതാണോ അനുസരിക്കേണ്ടത്?
നേതാക്കന്മാർ പറയുന്നതാണോ വചനം പറയുന്നതാണോ ശരി? ഈ വിഷയത്തിൽ പലരും കുഴഞ്ഞിരിക്കുകയാണ്. സഭയാണോ വചനമാണോ ആദ്യമുണ്ടായത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഏതാണ് ആദ്യമുള്ളത്? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ 12 പേരും മറ്റു ചിലരും കൂടെ ചേർന്ന് ഒരു 120 പേരുള്ള ഒരു സംഘം 120 പേരുള്ള ഒരു സംഘം ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരുന്നു. ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ പരിശുദ്ധ അരൂപി ഇറങ്ങി വന്നു. അതുവരെ സഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. പരിശുദ്ധ അരൂപിയുടെ ആഗമനത്താൽ അവരിലുണ്ടായ അത്ഭുത പരിവർത്തന നിമിത്തം ജനം ഓടിക്കൂടി. അന്യഭാഷയും പല അടയാളങ്ങളും അവിടെ ഉണ്ടായി. ഈ ഓടിക്കൂടിയ ജനത്തോട് പത്രോസ് പ്രസംഗിച്ചത് തിരുവചനമാണ്. അപ്പോ സഭ അന്ന് നിലവിൽ രൂപം കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു കർത്താവ് ഭൂമിയിൽ വന്നു, തൻ്റെ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ചു, കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. കുറച്ചു പേരിങ്ങനെ ഉണ്ടെന്നല്ലാതെ സഭ എന്ന നിലയിലേക്ക് അത് ഉയർന്നിട്ടില്ല. അന്ന് പത്രോസ് പ്രസംഗിച്ചത് വിശുദ്ധ ബൈബിളിലെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. ആ കാര്യം എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:17 മുതലുള്ള വാക്യങ്ങളിലാണ്. കൂടാതെ 16-ാം സങ്കീർത്തനത്തിൽ നിന്നും അദ്ദേഹം അന്ന് പ്രസംഗിച്ചു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് സഭയില്ല, പക്ഷെ അന്ന് ബൈബിളുണ്ട്. പുതിയ നിയമം എഴുതി രൂപം പെട്ടിട്ടില്ലെങ്കിലും പഴയ നിയമം അപ്പോഴുമുണ്ട്. അതിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ദൈവദാസൻ പ്രസംഗിച്ചത്. കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രസംഗമാണ് 3000 പേരെ സ്നാനത്തിലേക്ക് നയിച്ചത്. പത്രോസിന്റെ ആ പ്രസംഗം 3000 പേരെ ക്രിസ്തു സഭയുടെ അംഗങ്ങളാക്കി തീർത്തു. അപ്പൊ വചനം പ്രസംഗിച്ചപ്പോഴാണ് സഭയുണ്ടായത്. കൂടാതെ പാരമ്പര്യങ്ങൾ, ആധികാരികമായ രേഖയില്ലാത്തതും ആരൊക്കെയോ പറഞ്ഞതും കേട്ടതുമായ കുറെ കാര്യങ്ങൾ ചേർത്തു വെച്ച് പാരമ്പര്യം എന്ന നിലയിൽ ആളുകൾ വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ ഒന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ദൈവവചനത്തിലില്ലാത്ത ഒരു പാരമ്പര്യം തുടരുവാൻ വചനം അനുവദിക്കുന്നില്ല. വചനത്തിന് വിരുദ്ധമായ ഒരു പാരമ്പര്യം കൊണ്ടുവന്നാൽ അത് തെറ്റുമാണ്. എല്ലാറ്റിലും ഉപരിയായി ദൈവ വചനത്തിന് പ്രാധാന്യത കൊടുക്കുക. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളിലെ ശാപം മാറുവാൻ, നമ്മുടെ കുടുംബങ്ങളിലെ ഇരുട്ട് മാറുവാൻ, നമ്മുടെ തലമുറകൾ ദൈവത്തിലേക്ക് വരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വചനം തുറക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ദൈവത്തിന്റെ വചനം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ന കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരമാധികാരം വചനത്തിനാണ്. സഭ എങ്ങനെ പോകണമെന്ന വചനമാണ് തീരുമാനിക്കുന്നത്.
സഭയുടെ നേതാക്കന്മാരാരാണെന്ന് തീരുമാനിക്കുന്ന വചനമാണ്. സഭയുടെ പ്രമാണങ്ങൾ വചനത്തിലാണ്. തിരുവചനത്തിലേക്ക് നമുക്ക് തിരിയാം. അപ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. 66 പുസ്തകങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. 40 എഴുത്തുകാരാണ് ഇതിന്റെ പുറകിൽ. ഇന്നേ ദിവസം ഈ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ ഓർക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങൾ തുറന്നു പിടിച്ചിരിക്കുന്ന ഈ ബൈബിളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകം, അതായത് 2000-ൽ അധികം, ഏറെക്കുറെ 2500ഓളം ഭാഷകളിൽ ഇപ്പോൾ നിലവിൽ ബൈബിൾ ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ മലയാളത്തിലുള്ള ഒരു കൊച്ചു മൂലയിലുള്ള ഒരു കുറച്ച് മനുഷ്യർ മാത്രം വായിക്കുന്ന ഒരു ലോക്കൽ പുസ്തകമല്ല. ഭൂമിയിൽ എവിടെ മനുഷ്യനുണ്ടോ അവിടെയെല്ലാം ഈ പുസ്തകമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഈ പുസ്തകമാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന പുസ്തകമാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വെളിച്ചം കൊടുത്ത പുസ്തകമാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് വരൂ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിശ്ചയം. പക്ഷെ നമ്മെ പലപ്പോഴും വചനത്തിന്റെ സത്യത്തിൽ നിന്ന് തടയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പലപ്പോഴും നാം ദൈവവചനത്തെക്കാൾ അധികം പാരമ്പര്യങ്ങൾക്കും സമുദായങ്ങൾക്കും സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് വലിയ ക്ഷീണവും തകർച്ചയും വരുത്തി വയ്ക്കുന്നു എന്ന് പറയാതിരിപ്പാൻ തരമില്ല. ഒരു കാലത്ത് തിരുവചനം സാധാരണക്കാരന് ലഭിച്ചിരുന്നില്ല. തിരുവചനം സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരുന്നില്ല. തിരുവചനം സാധാരണക്കാരന് വാങ്ങാവുന്ന നിലയിൽ ലഭ്യമല്ലായിരുന്നു. എന്നാൽ ദൈവം ചില മിഷണറി വീരന്മാരെ എഴുന്നേൽപ്പിച്ചു. മാർട്ടിൻ ലൂതർ, വില്യം ടിൻഡേൽ തുടങ്ങി ശക്തന്മാരായ ദൈവദാസന്മാരിലൂടെ തിരുവചനം അനേകരുടെ കൈകളിലേക്ക് എത്തുവാൻ വാതിൽ തുറക്കപ്പെട്ടു. വില്യം കേറി എന്ന മനുഷ്യൻ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ഭാഷകൾ പഠിച്ച് വിശുദ്ധ ബൈബിൾ നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുവാൻ കഠിനാധ്വാനം ചെയ്തു. ഇങ്ങനെ വചനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ 10 കൊല്ലം കേരളക്കരയിൽ വലിയ പരിവർത്തനമുണ്ടായ കൊല്ലമാണ്. അതേ, നാം വർഷങ്ങളായി പരിവർത്തനത്തിലൂടെയാണ് വരുന്നതെങ്കിലും നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ബൈബിളിനോടുള്ള ബന്ധത്തിൽ അസാധാരണമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ തൃശ്ശൂരിനോട് സമീപമായ പോട്ട, ചാലക്കുടിക്കടുത്തുള്ള പോട്ട എന്ന ഗ്രാമം ബൈബിൾ നിമിത്തം പ്രസിദ്ധമായി. അവിടെ നടന്നു വരുന്ന ഒരു ക്രിസ്തീയ ധ്യാന കേന്ദ്രമുണ്ടല്ലോ. അതും അതിനോട് ചേർന്ന് മുരിങ്ങൂർ എന്ന സ്ഥലത്ത് നടക്കുന്ന ധ്യാനവും ഇന്ത്യയിൽ പ്രസിദ്ധമായി. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും പുതുതായിട്ട് അനുവദിക്കത്തക്കവണ്ണം കാര്യങ്ങൾ തിരുത്തി കുറിച്ചു. എന്താണ് അവിടെ സംഭവിച്ചത്? വർഷങ്ങളായി ആചരിച്ചു പോന്നിരുന്ന കുർബാന, ബലി തുടങ്ങിയുള്ള ക്രിസ്തീയ ചടങ്ങിനപ്പുറത്ത്
ബൈബിൾ പ്രഭാഷണവും പ്രാർത്ഥനയും പാട്ടും ധ്യാനവും തുടങ്ങി ആ സംഭവം കേരളത്തിൽ ഒരു പുതിയ പരിവർത്തനത്തിന് തുടക്കമിട്ടു. ജാതി മതഭേദമന്യേ രോഗികളും നിരാശരും ദുഃഖിതരുമായ ആളുകൾ ആ സ്ഥലത്തേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങോളം ഇങ്ങോളം ഇന്ത്യയിൽ ആളുകൾ അവിടെ എത്തി. അവർ ദൈവവചനം കേട്ടു. ലക്ഷക്കണക്കിന് ബൈബിൾ അവിടെ വിറ്റഴിക്കപ്പെട്ടു. ആ പ്രവർത്തനം അത്രത്തോളം ആത്മീയതയിലല്ലെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. എന്ത് സംഭവിച്ചു? ബൈബിൾ ആളുകൾ വായിക്കാൻ തുടങ്ങി. രോഗശാന്തി, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് വിടുതൽ, അത്ഭുതം, അടയാളം ഒക്കെ അവിടെ നടന്നു. എനിക്ക് നേരിട്ടറിയാം. മാറാരോഗങ്ങൾ അവിടെ സൗഖ്യമായി. തീരാത്ത കുടുംബ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. നിഷേധിക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെയൊക്കെ നടന്നു. അതെ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ ഇന്നും ബന്ധിതരെ മോചിപ്പിക്കുന്നു. അവൻ ഇന്നും കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നു. അത് സത്യമാണ്. അതേ, അവൻ ഇന്നും അത് ചെയ്യുന്നു. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ യേശുവിനെ അറിയാത്തവരും യേശുവിന്റെ വചനം അറിയാത്തവരും ഒക്കെ സൗഖ്യം മേടിച്ചിട്ടുണ്ട്. ഒരു രോഗി വന്ന് നിലവിളിക്കുമ്പോ നീ ഏത് സമുദായമാണെന്ന് യേശു ചോദിക്കുന്നില്ല. നീ എന്റെ ശിഷ്യനാകാൻ മനസ്സാണോ എന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവന് സൗഖ്യം കൊടുത്ത് വിടുന്നവനാണ് യേശു. ഒരിക്കൽ ഒരു മനുഷ്യൻ തളർവാദം പിടിച്ച് തളർന്നു കിടന്നു. യേശു അതുവഴി വന്നു. അവൻ യേശുവിന്റെ അടുക്കൽ നിലവിളിച്ചു, നീ നിനക്ക് കിടക്കെടുത്ത് വീട്ടിൽ പൊക്കോ, നീ സൗഖ്യമായിരിക്കുമെന്ന് പറഞ്ഞു. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ദൈവപുത്രൻ പറഞ്ഞു, അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിൽ പോയി. എന്നാൽ കുറെ ദിവസം കഴിഞ്ഞ് യേശു ദേവാലയത്തിൽ വരുമ്പോൾ ഇവനെ കണ്ടു. നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. ആദ്യം യേശു ഉപദേശം കൊടുത്തില്ല, സൗഖ്യം കൊടുത്തു. രണ്ടാമത് യേശു ഉപദേശം കൊടുത്തു. ഉപദേശം വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം. സൗഖ്യം ഒരു അത്യാവശ്യ ഘടകമായിട്ട് നമുക്ക് തോന്നും, ഉപദേശം ഒരു അനാവശ്യ ഘടകമായിട്ട് നമുക്ക് തോന്നും. ശാരീരിക സൗഖ്യം നിങ്ങളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കും. വചനം നിങ്ങളെ നിത്യരാജ്യത്തിന് പ്രാപ്തരാക്കും. ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാ കൂടാരങ്ങളിലും വെച്ച് കിട്ടിയ ആ സൗഖ്യം ഉണ്ടല്ലോ, അത് താൽക്കാലികമാണ്. നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര സൗഖ്യമുള്ളവരാണെങ്കിലും ഗ്യാരണ്ടി പീരീഡ് 100 വർഷമാണ്. 80 വർഷം കഴിയുമ്പോൾ ഈ ആരോഗ്യമൊക്കെ തീരും. അസ്ഥികൾക്ക് വേദന ആരംഭിക്കും, കണ്ണിന് കാഴ്ച കുറയും. അപ്പൊ ഈ ശരീരത്തിലെ സൗഖ്യങ്ങളും ആരോഗ്യങ്ങളും താൽക്കാലികമാണെന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല. എന്നാൽ അസാധാരണമായ, ഒരിക്കലും നശിക്കാത്ത ഒരു സൗഖ്യം, ഒരു നിത്യസൗഖ്യം നിങ്ങൾക്ക് തരുവാൻ യേശുവിന് പ്ലാനുണ്ട്. അത് ആത്മാവിന്റെ സൗഖ്യമാണ്. അത് ദൈവ വചനത്താൽ ലഭിക്കുന്നു. അതാണ് വചനത്താലുള്ള വിടുതൽ, വചനത്താലുള്ള സൗഖ്യം. അപ്പോൾ ദൈവവചനത്തിലേക്ക് നാം വരണം. ഞാൻ ലളിതമായിട്ട് പറയാം, നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ എത്രയോ ആളുകൾ റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ധ്യാന കേന്ദ്രങ്ങളിലൂടെയും വചനം കേട്ട് ആശ്വാസം പ്രാപിക്കുന്നു.
താങ്കളും അങ്ങനെ ആശ്വാസം പ്രാപിച്ച ആളായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ആശ്വാസം കൊണ്ട് നിൽക്കാതെ നിങ്ങൾ ദൈവവചനത്തിലേക്ക് വരണം. രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ശാരീരിക സൗഖ്യത്തെക്കാൾ മാനസിക വിടുതലിനേക്കാൾ ദൈവവചനം ഗ്രഹിച്ചിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കട്ടെ. ദൈവവചനം അകത്തു വരുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതെ, ഞാൻ വിശദീകരിച്ച് പറയാം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. വിവരിച്ചു പറയാം. വിശ്വസിച്ചവർ വിശ്വാസികൾ, വചനമനുസരിക്കുന്നവർ ശിഷ്യന്മാർ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എന്റെ വചനത്തിലേക്ക് വരണം. എങ്ങനെയാണ് അവർ വിശ്വസിച്ചത്? വിശ്വസിച്ചത് അത്ഭുതം കണ്ടപ്പോൾ. അതെ, രോഗശാന്തി, ഭൂതശാന്തി, ഇങ്ങനെ യേശു അനവധി 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 അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതങ്ങൾ യേശു ചെയ്തപ്പോൾ ആയിരങ്ങൾ വിശ്വസിച്ചു. ഈ വിശ്വസിച്ചവരോടൊക്കെ യേശു പറയുന്നു, നിങ്ങൾ എന്റെ വചനത്തിലേക്ക് വരണം, നിങ്ങൾ എന്റെ വചനത്തിലേക്ക് വരണം, നിങ്ങൾ എന്റെ വചനത്തിലേക്ക് വരണം. എനിക്കിന്ന് ഈ ശബ്ദം കേൾക്കുന്ന കേരളത്തിലെ എന്റെ മാന്യ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ മുരിക്കൂരി വെച്ചാണെങ്കിലും, പോട്ടയിൽ വെച്ചാണെങ്കിലും, തിരുവനന്തപുരത്ത് വെച്ചാണെങ്കിലും, ബോംബെയിൽ വെച്ചാണെങ്കിലും, സൗദി അറേബ്യയിൽ വെച്ചോ ദുബൈയിൽ വെച്ചോ ആണെങ്കിലും, സുവിശേഷം കേട്ട് ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ച് രോഗശാന്തിയോ മാനസിക വിടുതലോ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. അവൻ ഇന്നും തകർന്ന കുടുംബങ്ങളെ പണിയുന്നു. അവൻ ഇന്നും നിരാശപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കുന്നു. നിങ്ങൾ ജീവിതത്തിൽ തളർന്ന വ്യക്തിയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇന്നലെ വരെയുള്ള ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ ഒന്നും പരിഗണിക്കണ്ട. യേശുവിലേക്ക് വരൂ, അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അവൻ നിങ്ങൾക്കൊരു പുതിയ ജീവൻ തരും. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ലെന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പ്രാപിച്ച ആ സൗഖ്യം, നിങ്ങൾ പ്രാപിച്ച ആ സന്തോഷം, ആ ആശ്വാസം, ആ സമാധാനം താൽക്കാലികമാണ്. എന്നാൽ നിത്യമായതും നിലനിൽക്കുന്നതുമായ സമാധാനം ലഭിക്കുവാൻ ദൈവവചനത്തിലേക്ക് വരണം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. അതെ, ഞാൻ ഈ ദിനങ്ങളിൽ വചനത്തിന്റെ പ്രാധാന്യത ഓർപ്പിക്കുകയാണ്. ശരീര സൗഖ്യത്തെക്കാൾ, മാനസിക വിടുതലിനേക്കാൾ, സാമ്പത്തിക വിടുതലിനേക്കാൾ വലുതാണ് വചനം ഗ്രഹിക്കുക എന്നത്. വചനം ഗ്രഹിക്കുക എന്നത്, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ ബുദ്ധി പറയുന്നു. അതെ, നമുക്ക് വചനത്തിലേക്ക് വരാം. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നാം എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ വായിച്ചു. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവവചനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ നിങ്ങൾ സത്യം അറിയും.
നിങ്ങൾ അറിയേണ്ട ആയിരം സത്യങ്ങൾ വചനത്തിലുണ്ട്. അത് അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് വരട്ടെ. ഒരു ഗ്രാമീണ കർഷകൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൃഷി ചെയ്തു. പക്ഷേ കൃഷി നശിച്ചു. വീണ്ടും ലോൺ എടുത്തു, കൃഷി നശിച്ചു. വലിയൊരു തുക കടഭാരം വന്ന് അദ്ദേഹം നിരാശയിലായി. ഒരു ദിവസം ഗ്രാമസേവകൻ ഈ കർഷകനെ അന്വേഷിച്ച് വീട്ടിൽ വന്നു. നിങ്ങൾ പണം തിരിച്ചടയ്ക്കുന്നില്ലല്ലോ, പല കുടിശ്ശിക വന്നിരിക്കുന്നു, ഇനിയും കുടിശ്ശിക വരുത്തിയാൽ നിങ്ങൾക്ക് നോട്ടീസ് വരും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. കർഷകൻ കാല് പിടിച്ചപേക്ഷിച്ചു, എനിക്ക് 1 വർഷം നീട്ടിത്തരണം. അദ്ദേഹം പറഞ്ഞു 1 വർഷം നീട്ടാൻ പറ്റൂല, കാരണം ഇപ്പോ 3 വർഷം കഴിഞ്ഞു, 4-5 വർഷം കഴിഞ്ഞല്ലോ. അങ്ങനെ അദ്ദേഹം കാല് പിടിച്ചപേക്ഷിച്ചതിനാൽ ഒരു 3 മാസം നീട്ടിക്കൊടുത്തു. ഈ കർഷകൻ ഗ്രാമസേവകന്റെ ഈ ഔദാര്യം മനസ്സ് കണ്ട് നന്ദിയോടുകൂടെ ഒരു വാഴക്കൊല വെട്ടി ഗ്രാമസേവകന്റെ വീട്ടിൽ കൊടുത്തു വിട്ടു. അയാൾ സന്തോഷത്തോടെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. നിങ്ങൾക്ക് അനുവദിച്ച സമയം തീർന്നു, പൈസ തിരിച്ചടയ്ക്കണം. കർഷകൻ കരഞ്ഞോണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന അല്പ പൈസ ഒക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, സാർ എനിക്ക് വേണ്ടി അല്പം കൂടി അവധി മേടിച്ചു തരണം. ആ ഗ്രാമസേവകൻ ഈ വിദ്യാഭ്യാസമില്ലാത്ത കർഷകനെ 1 മാസം കൂടെ നീട്ടിക്കൊടുത്തു. ചുരുക്കി ആ കഥ പറഞ്ഞവസാനിപ്പിക്കാം. 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ ഗ്രാമസേവകൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മാപ്പില്ല, ഇനിയും ഒരു 5 ദിവസത്തിനുള്ളിൽ നോട്ടീസ് ഇവിടെ വരും, നിങ്ങളുടെ ഭൂമി ജപ്തി ചെയ്യും, പൈസ അടയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് നിവൃത്തിയില്ല, എന്നോട് ക്ഷമിക്കണം. ഗ്രാമസേവകൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. കർഷകൻ അന്ന് രാത്രിയിൽ ഉറങ്ങാതെ ആ ചാണകം മെഴുകിയ തറയിൽ കിടന്നുരുണ്ടു. വിവാഹപ്രായമായ പെൺമക്കളെ നോക്കി അദ്ദേഹം വിലപിച്ചു. രോഗിയായ ഭാര്യയും പഠിക്കുവാൻ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പഠിത്തം നിർത്തി നിൽക്കുന്ന ആൺമക്കളെയും കണ്ട് തകർന്ന ഒരു മനസ്സുമായി കർഷകൻ വീട്ടിൽ നിന്നിറങ്ങി. രാവിലെ ഒരു കുതിച്ചിയ ഒഴുകുന്ന പുഴയുടെ മുകളിലൂടെ പോകുന്ന ഒരു പാലത്തെ അദ്ദേഹം പുഴയിലേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. പല പ്രാവശ്യം ഓർത്തു, പുഴയിലേക്ക് ചാടിയാൽ ജീവിതം അവസാനിപ്പിക്കാം. കടഭാരം കൊണ്ട് തകർന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അതുവഴി തൊട്ടടുത്തുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കടന്നു വരുന്നു. ചേട്ടൻ എന്താ രാവിലെ ഇവിടെ ഇരിക്കുന്നേ, പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. കർഷകൻ അധ്യാപകന്റെ മുമ്പിൽ മനസ്സ് തുറന്നു. സാറേ, ഞാൻ മരിക്കാൻ പോവുക, എന്റെ ജീവിതം തകർന്നെന്ന് പറഞ്ഞു. എന്താണ് ചേട്ടന്റെ പ്രശ്നം? കടഭാരം. അധ്യാപകൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ വിളിച്ച് സ്കൂളിൽ കൊണ്ടുപോയി. ചേട്ടന്റെ കട എത്രയുണ്ട്? വലിയൊരു കടമുണ്ട്. ഇതെന്നെടുത്തതാണ്? 5 കൊല്ലം മുമ്പ് എടുത്തതാണ്. ഇതെന്ത് കടമാണ്? കാർഷിക വായ്പയാണ്. ഏത് ബാങ്കിൽ നിന്ന് എടുത്തു? ബാങ്കെല്ലാം പറഞ്ഞു. പെട്ടെന്ന് അധ്യാപകനൊരു ഓർമ്മ വന്നു. സാർ ചേട്ടൻ പത്രം വായിക്കാറില്ലേ എന്ന് അധ്യാപകൻ കർഷകനോട് ചോദിച്ചു. സാറേ, എനിക്ക് പത്രം വായിക്കാൻ അറിയില്ല. ഓ, അപ്പം നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? എന്താണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? ഗ്രാമസേവകൻ നല്ല മനുഷ്യനാണ്, അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചു, പക്ഷെ ഇനി സഹായിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അധ്യാപകൻ പറഞ്ഞു, നിങ്ങളുടെ കടം ഗവൺമെന്റ് എഴുതി തള്ളിയിട്ട് 2 കൊല്ലായി. നിങ്ങളെപ്പോലെയുള്ള ദരിദ്ര കർഷകരുടെ കടം ഗവൺമെന്റ് അടച്ചു കൊടുത്തു. പത്രത്തിൽ വന്നിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ പിന്നെ ഈ ഗ്രാമസേവകൻ എന്താ പറഞ്ഞത്?
ഗ്രാമസേവകൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. ഇതുവരെ നിങ്ങൾ കൊടുത്ത ഈ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അയാൾ മേടിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. ഇനിയും ഗ്രാമസേവകൻ വന്നാൽ എന്റെ അടുത്തേക്ക് വിട്ടോളൂ, പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ ഗ്രാമസേവകൻ വന്നപ്പോൾ അധ്യാപകനെ കാണാൻ കർഷകൻ ആവശ്യപ്പെട്ടു. ഗ്രാമസേവകൻ പിന്നെ വന്നിട്ടുമില്ല. ഇവിടുത്തെ സംഭവം എന്താണ്? ഗവൺമെന്റ് കർഷകന് കൊടുത്ത ആനുകൂല്യം കർഷകൻ അറിഞ്ഞില്ല. ഒരു ഇടനിലക്കാരൻ കർഷകനെ പറ്റിച്ചു. ഇവിടെയാണ് സത്യം അറിയുക എന്ന വിഷയത്തിന്റെ പ്രാധാന്യത. അയാൾ അറിയേണ്ട സത്യം അയാൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാൾ നേരത്തെ സ്വതന്ത്രനാകുമായിരുന്നു. അധ്യാപകൻ ഈ സത്യം പറഞ്ഞപ്പോൾ കർഷകൻ സ്വതന്ത്രനായി. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ പാപത്തിന്റെ കടം ഇളച്ചു കൊടുത്തു ക്രൂശിൽ വെച്ച്. ഈ സത്യം നിങ്ങൾ വേഗത്തിൽ അറിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ സ്വതന്ത്രരാകും. ഈ സത്യം അറിയിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവവചനത്തിലെ സത്യം അറിഞ്ഞ് സ്വതന്ത്രരാകുവാൻ നിന്റെ ജനത്തെ സഹായിക്കണമേ. വചനത്തിലേക്ക് നിന്റെ ജനം തിരിയട്ടെ. അങ്ങനെ അവർ സ്വതന്ത്രരാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.